സംസ്ഥാനത്തെ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് 48 ലക്ഷത്തിലധികം രൂപ അനുവദിച്ച് ഉത്തരവായി. പൊതുമരാമത്ത് വകുപ്പാണ് ഭരണാനുമതി നൽകി ഉത്തരവിറക്കിയത്. സംസ്ഥാനത്തെ ഒരു വിദ്യാർത്ഥി മർദ്ദനമേറ്റ് മരിച്ചിട്ടും മുഖ്യമന്ത്രി വ്യാകുലപ്പെടുന്നത് ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യത്തിലാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പരിഹസിച്ചു. ക്ലിഫ് ഹൗസിലെയും മറ്റു മന്ത്രിമന്ദിരങ്ങളിലെയും മരപ്പട്ടി ശല്യം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചത് 2 ദിവസം മുന്നേ. സകലവിധ സൗകര്യങ്ങളോടും കൂടി താമസിക്കുന്നവരാണ് മന്ത്രിമാർ എന്നാണല്ലോ സാധാരണ ജനങ്ങളൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ആ മന്ത്രിമാർ താമസിക്കുന്ന ചില വീടുകളുടെ അവസ്ഥ നോക്കണം. എന്താണ്, നിങ്ങൾ രാവിലെ ഇടേണ്ട ഷർട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇസ്ത്രീട്ടൊക്കെ വെക്കുമല്ലോ. അങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അതിൻ്റെ മേലെ ഒരു വെള്ളം വരുന്നു. ഏതാ വെള്ളം? മരപ്പട്ടി മൂത്രമൊഴിച്ചതാണ്. എന്നാൽ അതിനും 2 ദിവസം മുന്നേ മന്ത്രിമന്ദിരങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താൻ സർക്കാർ പണം അനുവദിച്ച് ഉത്തരവിറക്കി. പൊതുമരാമത്ത് വകുപ്പാണ് അറ്റകുറ്റപ്പണികൾക്ക് ഭരണാനുമതി നൽകി ഉത്തരവിറക്കിയത്. അതേസമയം പൂക്കോട് വെറ്റിനറി വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഒരക്ഷരം മിണ്ടാത്ത മുഖ്യമന്ത്രിക്ക് ആശങ്ക മരപ്പട്ടി ശല്യത്തിലാണെന്ന് പരിഹസിച്ച് വി മുരളീധരൻ രംഗത്തെത്തി. മുഖ്യമന്ത്രി ഇന്നലെ വളരെ കാര്യമായിട്ട് പറഞ്ഞത് തൻ്റെ ഇസ്തിരിയിട്ട വസ്ത്രത്തിൽ മരപ്പട്ടി മൂത്രമൊഴിച്ചതിനെ പറ്റിയാണ് മുഖ്യമന്ത്രി വളരെ കാര്യമായിട്ട് പറഞ്ഞത്. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മരപ്പട്ടി ആർക്കാണ് കൂട്ടു നിൽക്കുന്നതെന്ന്. ഈ മരപ്പട്ടിക്ക് കൂട്ടായിട്ടുള്ള ആളുകളാണോ ക്ലിഫ് ഹൗസ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ കന്റോൺമെന്റ് ഹൗസിലെ മരപ്പട്ടി ശല്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അത് ഇവിടെയുണ്ട്, ഇഷ്ടംപോലെ മരപ്പട്ടി. രാത്രി 4 മണിക്ക് ഞാനും ഉണർന്നു. മരപ്പട്ടി ഒന്നല്ല, ഒന്നിൽ കൂടുതലും മരപ്പട്ടിയുണ്ട് ഇഷ്ടംപോലെ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.